परमेश्वर की भलाई, उसकी अनुग्रह दिन प्रतिदिन हमारे जिंदगी में अनुभव करने के लिए परमेश्वर में सहायता करते हैं। ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും ജീവിതത്തിൽ ദിനംപ്രതി അനുഭവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. हमारे और आने वाला आपत्ति विपत्ति से परमेश्वर ने हमें उसकी आंखों की पुतली के समान संभाला है, सुरक्षित रखा है। परमेश्वर के नाम की महिमा होने पाए. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ കടന്നു വന്ന എല്ലാ ആപത്തനർത്ഥങ്ങളിലും ദൈവം കണ്ണിന്റെ കൃഷ്ണമണി പോലെ നമ്മളെ സൂക്ഷിപ്പാൻ ഇടയായി തീർന്നല്ലോ. परमेश्वर की दया हमें दिन प्रतिदिन हमारे जिंदगी में अनुभव करने पाए. ദൈവിക കരുണ ദിവസം തോറും അനുഭവിപ്പാൻ ദൈവം നമ്മളെ വീണ്ടും ഇടയാക്കട്ടെ. हमारा प्रार्थना दिन प्रतिदिन यही होने पाए कि खुदा हालेलुया हमारे जिंदगी में आपकी उपस्थिति का जरूरत बहुत ज्यादा है. എന്നും നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവേ, എന്റെ ജീവിതത്തിൽ എനിക്ക് എന്നും അങ്ങയുടെ സാന്നിധ്യം വേണം. मूसा प्रार्थना करता है कि खुदा यदि आपकी उपस्थिति हमारे आगे ना जाए तो तू हमें ना भेजे. മോശ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ അയക്കരുത്. हालेलुया. प्रेज लॉर्ड. मूसा ऐसा प्रार्थना करने का पीछे भी बहुत बड़ा एक प्रेज लॉर्ड गुप्त बात है, उसका पीछे है करके हम जानते हैं. മോശയുടെ ഈ പ്രാർത്ഥനയ്ക്ക് പുറകിൽ മറഞ്ഞിരിക്കുന്ന ഒരു സത്യമുണ്ട്. मूसा कहता है कि खुदा हमें वायदा का देश कनान नहीं चाहिए और कुछ भी अनुग्रह नहीं चाहिए, बल्कि हमें केवल आपको उपस्थिति का जरूरत है. മോശ പ്രാർത്ഥിക്കുന്നതിന്റെ പുറകിൽ താൻ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്, നീ പറഞ്ഞിരിക്കുന്ന വാഗ്ദത്ത ദേശം അതിനേക്കാളെല്ലാം ഉപരിയായി, ഞങ്ങളുടെ അനുഗ്രഹങ്ങളെക്കാളെല്ലാം ഉപരിയായി ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വേണം. वैसा ही परमेश्वर के भक्त दाऊद परमेश्वर से प्रार्थना करता है कि खुदा तेरा उपस्थिति को मुझसे तू अलग ना करे. प्रेज लॉर्ड. वो परमेश्वर से प्रार्थना कर रहा है. അതേപോലെ തന്നെ ഭക്തനായ ദാവീദ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവമേ, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, നിന്റെ ആത്മാവിനിൽ നിന്ന് എടുക്കുകയും അരുതേ. हालेलुया. एक राजा है, वो राजा परमेश्वर से कहता है कि खुदा तू मेरा राजस्थान ले ले, मेरे सिर का मुकुट ले ले, मेरा पदवी ले ले, सब कुछ ले ले, लेकिन तेरा उपस्थिति मुझसे तू अलग नहीं करना. തന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞാൻ രാജാവാണ്, എന്റെ രാജ്യത്വം വേണമെങ്കിൽ എന്നിൽ നിന്ന് നീക്കിക്കളയുക, എന്റെ സിംഹാസനം നീക്കിക്കളയുക, എന്റെ കിരീടം മാറ്റിക്കളയുക, എന്ത് വേണമെങ്കിലും എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടാലും നിന്റെ സാന്നിധ്യം എന്നിൽ നിന്ന് അകന്നു പോകരുത്. परमेश्वर का उपस्थिति हर एक बातों से हमें अलग रखता है. ദൈവ സാന്നിധ്യം നമ്മെ മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തരാക്കി വെക്കാം. यदि एक राजा दाऊद इस प्रकार प्रार्थना करना है तो परमेश्वर का उपस्थिति का उस इम्पोर्टेंस को हम जानना भी बहुत जरूरी है. ഒരു രാജാവായിരിക്കുന്ന ദാവീദ് ഇങ്ങനെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവ സാന്നിധ്യത്തിന് വാസ്തവമായും പ്രാധാന്യമുണ്ട്. हालेलुया. लंबे 13 साल कारागृह में रहने वाला यूसुफ हालेलुया कभी भी मन ही मन में कुटकुटा नहीं रहा है. एक ही कारण है, वहां पर ऐसा लिखा है कि यहोवा यूसुफ का संग रहा. हालेलुया. परमेश्वर का उपस्थिति यूसुफ का जिंदगी को बदलते हुए उसे लेकर चल रहा है. നീണ്ട 13 വർഷത്തിലധികം കാരാഗൃഹത്തിൽ കിടക്കുന്ന ജോസഫ് ഒരിക്കൽ പോലും അവിടെ കിടന്ന് പിറുപിറുത്തില്ല. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ആ കാരാഗൃഹത്തിന്റെ അനുഭവത്തിലും താൻ അനുഭവിച്ച ഒരു ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. वो कारागृह जाने का कारण होने वाला परिवार बाहर बड़े खुशी के साथ, बड़े आनंद के साथ घूम फिर रहे हैं, लेकिन प्रेज़ लॉर्ड जिसने कोई गुनाह नहीं किया वो कारागृह में पड़ा है, लेकिन एक भी बार यूसुफ के मुंह से कुड़कुड़ाने वाला शब्द नहीं आ रहा है. താൻ ജയിലിൽ പോകുവാൻ കാരണമായി തീർന്ന കുടുംബം ജയിലിന് പുറത്ത് അവർ സുഖകരമായി നന്നായി ജീവിക്കുന്നു. എന്നാൽ യോസേഫ് കാരാഗൃഹത്തിൽ കഷ്ടം അനുഭവിക്കുമ്പോഴും തന്റെ വായിൽ നിന്ന് ഒരു പിറുപിറുപ്പ് പോലും ഉണ്ടായില്ല. मैं या आप किसी प्रकार की समस्या से होकर जाते हैं, उसका कारण यदि कोई और है और वे बड़े मजे से जिंदगी बिताते हैं, लेकिन आप यदि परेशानियों का सामना कर रहे हैं हालेलुया, लेकिन फिर भी हमारे मुंह से एक भी शब्द कुड़कुड़ाने वाला ना होने पाए हालेलुया, यदि ना होना है तो परमेश्वर का उपस्थिति हम निरंतर अनुभव करना बहुत जरूरी है. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങൾ വരുന്നതിന് കാരണമായി മറ്റുള്ളവർ മാറി
മാറുമ്പോൾ അവർ സുഖകരമായി ജീവിക്കുകയും നാം കഷ്ടം അനുഭവിക്കുകയും ചെയ്യുമ്പോൾ ആമേൻ പിറുപിറുക്കാതെ ആമേൻ ഒരിക്കലും പരിഭവിക്കാതെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കണം. परमेश्वर का उपस्थिति हमारे जिंदगी का हर एक अवस्थाओं को अवस्थाओं से हमें अलग रखता है. ദൈവ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമാക്കും. आज का संदेश मेरा ये नहीं है, लेकिन पता नहीं शुरुआत में ऐसा बोलने का एक अगुवाई मिला, इसके लिए कहा है परमेश्वर की उपस्थिति के लिए बहुत बड़ा एक भूख और प्यास इन दिनों में हमें होना बहुत जरूरी है. എന്റെ സന്ദേശം ഇതല്ല ഇന്നത്തേതെങ്കിലും ആമേൻ ആദ്യമായി പരിശുദ്ധാത്മാവ് അങ്ങനെ ഒരു നിയോഗം തന്നതുകൊണ്ടാണ് അങ്ങനെ പറയുവാനിടയായി തീർന്നത്. हालेलुया. पढ़ेंगे भजन संहिता 141, भजन संहिता 141 उसका 1, 2 और 3 आयतों के और हमारे ध्यान हम लेकर आएंगे. भजन संहिता 141 उसका 1, 2 और 3 आयतों के और हमारे ध्यान हम लाए. ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മുടെ ശ്രദ്ധേയ സങ്കീർത്തനം 141 1, 2, 3 വാക്യങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. യഹോവേ, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്റെ അടുക്കിലേക്ക് വേഗം വരണമേ. ഞാൻ നിന്നോട് അപേക്ഷിക്കുമ്പോൾ എന്റെ അപേക്ഷ കേൾക്കണമേ. എന്റെ പ്രാർത്ഥന തിരുസന്നിധി ധൂപമായും എന്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ. യഹോവേ, എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. हालेलुया. 3 आयतों को हमने यहाँ पर पढ़ा है. सबसे पहला भजन संहिता लिखने वाला दाऊद परमेश्वर से प्रार्थना कर रहा है कि हे परमेश्वर, मेरे प्रार्थना के लिए तो फुर्ती करते हुए जल्दी से शीघ्र से मेरे इस प्रार्थना के लिए तो जवाब दे करके परमेश्वर से वो प्रार्थना कर रहा है. സങ്കീർത്തനക്കാരനായി ദാവീദ് അതിന്റെ ആദ്യത്തെ വാക്യത്തിൽ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, യഹോവേ, എന്റെ അടുക്കലേക്ക് വേഗം വരണമേ. ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് വേഗത്തിൽ എനിക്ക് ഉത്തരം വരണം. भजन संहिता लिखने वाला दाऊद शायद किसी प्रकार की समस्याओं का सामना कर रहा है. शाऊल शायद उसको मार डालने का इरादा बनाकर उसके पीछे आया हुआ है. हालेलुया. शीघ्र मेरे लिए जवाब दे करके परमेश्वर से दाऊद यहाँ पर प्रार्थना कर रहा है. ഒരുപക്ഷെ ദാവീദ് ഇപ്പോൾ ഏതെങ്കിലും അപകടത്തിൽ പെട്ടിരിക്കുകയായിരിക്കാം, ശൗൽ തന്നെ പിടിക്കുവാനായി വരികയായിരിക്കാം. എന്തായിരുന്നാലും ദാവീദിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ദൈവമേ, എന്നെ സഹായിപ്പാൻ വേഗത്തിൽ വരണമേ. हालेलुया. प्रार्थना अलग अलग प्रकार का है करके हम जरूर जानते हैं. പ്രാർത്ഥന പലതരത്തിലുണ്ടെന്ന് നമുക്കറിയാം. हालेलुया. शांत तौर से प्रार्थना करने वाले विषय है, गंभीर तौर से प्रार्थना करने वाले विषय है. यहाँ पर तो दाऊद प्रार्थना कर रहा है कि हालेलुया, मेरे इमरजेंसी कंडीशन में तो तुरंत अभी मुझे जवाब दे करके परमेश्वर से वो प्रार्थना कर रहा है. ചില സാഹചര്യങ്ങളിൽ വളരെ ശാന്തമായി സാവധാനത്തിൽ നമ്മൾ പ്രാർത്ഥിക്കും. ചില സാഹചര്യത്തിൽ അതിശീഘ്രമായി വേഗത്തിൽ ഒരു ആപത്തിനെ നേരിടുന്നത് പോലെ നമ്മൾ പെട്ടെന്നുള്ള മറുപടിക്കായി പ്രാർത്ഥിക്കും. അതുപോലെ ഒരു പ്രാർത്ഥനയാണ് ഇവിടെ ദാവീദിന്റേത്. हॉस्पिटल में जैसा इमरजेंसी का डिपार्टमेंट है, कोई घटना बड़ा हो गया तो तुरंत उन्हें सबसे पहले इमरजेंसी में लेकर जाते हैं और वहां पर जो पहला करना है करके फिर अलग अलग डिपार्टमेंट में उन्हें लेकर चलता है. ഹോസ്പിറ്റലിലായിരുന്നാൽ പോലും ഒരു എമർജൻസി വിഭാഗത്തിലാണ്. വളരെ പെട്ടെന്ന് ആളുകൾക്ക് വേണ്ടുന്ന ചികിത്സ ലഭിച്ചതിന് ശേഷമാണ് മറ്റുള്ളിടത്തേക്ക് കൊണ്ടുപോകുന്നത്. बॉम्बे में एक परिवार थे, वे आयरलैंड में काफी सालों से रह रहे हैं. उन्होंने काफी समय के लिए उनका शरीर का एक समस्या के बारे में उन्होंने डॉक्टर को रिक्वेस्ट किया सर्जरी के लिए, लेकिन उनको 2 साल का वेटिंग पीरियड दिया गया है. ये व्यक्ति ने कहा कि पास्टर, तब तक तो मैं जिंदा रहेगा कि नहीं मुझे नहीं पता. इसके लिए मैंने इमरजेंसी में एम्बुलेंस बुलाया और वो एम्बुलेंस मुझे तुरंत इमरजेंसी में लेकर गया. उसी दिन मेरा सर्जरी हो गया. ഞങ്ങൾക്ക് മുംബൈയിൽ അറിയാവുന്ന ഒരു ഫാമിലി, അവർക്ക് ഒരു ചികിത്സ ആവശ്യമായിരുന്നു. അവർ അയർലൻഡിലാണ് താമസിക്കുന്നത്. തനിക്ക് സർജറിയുടെ ഡേറ്റ് കിട്ടിയത് 2 വർഷത്തിന് ശേഷമുള്ള അപ്പോയിന്റ്മെന്റ് ആണ്. അപ്പോൾ ആ വ്യക്തി പറയുവാനിടയായി തീർന്നു, ഈ വർഷത്തിനിടയ്ക്ക് ഞാൻ ജീവിച്ചിരിക്കുമോ എന്ന് തന്നെ അറിയത്തില്ല. അതിന് ഒരു പരിഹാരം എന്ന വണ്ണം അവർ പെട്ടെന്ന് എമർജൻസി എന്നുള്ള രീതിയിൽ ആംബുലൻസ് വിളിച്ചു വരുത്തി പോയത് കൊണ്ട് അന്നേ ദിവസം തന്നെ അവരുടെ സർജറി നടന്നു. इंडिया में अगर बुलाएंगे तो डॉक्टर घर आके सर्जरी करके चले जाएगा.
ഇന്ത്യയിലായിരുന്നെങ്കിൽ ഇനി പറഞ്ഞാ മതി, വീട്ടിൽ വന്ന് സർജറി ചെയ്തിട്ട് പോകും. लेकिन आयरलैंड जैसा विदेशी राज्यों में ऐसा नहीं होता है, वेटिंग पीरियड रहता है और उनका समय पर ही हम जाकर हमारा ट्रीटमेंट कर सकते हैं. എന്നാൽ വിദേശ രാജ്യങ്ങൾ അങ്ങനെയല്ല. അവിടെ നമ്മൾക്ക് കാലതാമസമുണ്ട്. അവർ പറയുന്ന സമയത്ത് ചെന്നാലേ ചികിത്സ ലഭിക്കുള്ളൂ. वो एक मेडिकल स्टाफ होने के कारण उन्हें पता है कि क्या करना है. इसके लिए उन्होंने कहा कि मैंने एकदम से एम्बुलेंस बुलाया. एम्बुलेंस में डायरेक्ट इमरजेंसी वार्ड में लेकर गया. तुरंत वहां पर ही उनका सर्जरी भी हो गया. ആ വ്യക്തി ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് താൻ ഇങ്ങനെ ഒരു തന്ത്രം ഉപയോഗിക്കാനിടയായി. हालेलुया. वैसा ही यहाँ पर दाऊद परमेश्वर से एक इमरजेंसी प्रार्थना कर रहा है करके हम वहां पर पढ़ते हैं. ഇവിടെ ദാവീദിന്റെ വിഷയവും വളരെ വേഗത്തിൽ മറുപടി ലഭിക്കേണ്ട ഒരു വിഷയമാണ്. ओ लॉर्ड कम क्विकली, मेरे लिए तुरंत अभी शीघ्र ही मेरे लिए इस विषय के लिए जवाब दे करके दाऊद परमेश्वर से प्रार्थना कर रहा है. എന്റെ അടുക്കലേക്ക് വേഗം വരണമേ എന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുകയാണ്. जो अभी मिलना है वो कल मिलने से फायदा नहीं है. ഇന്ന് ലഭിക്കേണ്ടത് നാളെ ലഭിച്ചതുകൊണ്ട് കാര്യമില്ല. एलिया प्रार्थना कर रहा है कि हे परमेश्वर तू हम पर दया कर और स्वर्ग से आग उतर कर आकर इस वेदी में जो रखा है वो तू तैयार कर बोलकर एलिया परमेश्वर से प्रार्थना करता है. ഏലിയാവിന്റെ ഒരു പ്രാർത്ഥന നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അവൻ ദൈവത്തോട് ഏലിയാവ് നിലവിളിച്ചു പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ സ്വർഗത്തിൽ നിന്ന് തീ ഇറക്കി ഇപ്പോൾ തന്നെ ഈ യാഗവസ്തുവിനെ ദഹിപ്പിക്കണം. वो एक अर्जेंट प्रेयर है, एक इमरजेंसी प्रेयर है. यदि परमेश्वर सोचेगा कि 2 दिन के बाद में जवाब देगा, तब तक एलिया नहीं बचेगा, एलिया को लोग खत्म कर देगा. എന്നാൽ അത് അത്യാവശ്യമുള്ള ഒരു മറുപടിയാണ്. എന്നാൽ ദൈവം ചിന്തിക്കുകയാണ്, 2 ദിവസം കൂടെ ഏലിയാവ് പ്രാർത്ഥിക്കട്ടെ എന്ന് ചിന്തിച്ചാൽ ഏലിയാവ് പിന്നെ 2 ദിവസം കഴിയുമ്പോൾ ജീവനോടെ കാണുകയില്ല. അത് ഏലിയാവിന്റെ ആ പ്രാർത്ഥനയ്ക്ക് അപ്പോൾ തന്നെ മറുപടി വേണം. इमरजेंसी प्रेयर के लिए परमेश्वर इमरजेंसी आंसर भी देता है. പെട്ടെന്ന് വേണ്ടുന്ന മറുപടി വേണ്ടുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം അങ്ങനെ മറുപടി തരാറുണ്ട്. प्रार्थना किया, तुरंत आग उतर कर आ रहा है, सारे कार्यों को परमेश्वर तैयार करके देता है. ഏലിയാവ് പ്രാർത്ഥിച്ച ഉടനെ തന്നെ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി മറുപടി ലഭിക്കാനിടയായി. लेकिन बाल की भविष्यवक्ताएं सुबह से रात तक बहुत कुछ करने का कोशिश किया, लेकिन उनका भगवान उनके लिए जवाब नहीं दे रहा है. ബാലിന്റെ പ്രവാചകന്മാരും രാവിലെ മുതൽ നീണ്ട നേരം എല്ലാം ചെയ്തിട്ടും അവരുടെ ദേവന്മാർക്ക് യാതൊരു അനക്കവുമില്ല. हालेलुया. लेकिन परमेश्वर तुरंत जवाब देने वाला परमेश्वर है. എന്നാൽ നമ്മുടെ ദൈവം നമുക്ക് വേഗത്തിൽ മറുപടി തരുന്ന ദൈവം. हालेलुया. हम भरोसा रख सकते हैं क्योंकि हमारे हर एक परिस्थितियों के बीच में वो हमें तुरंत जवाब देने वाला परमेश्वर है. നമ്മുടെ വിഷയത്തിന് നടുവിൽ പെട്ടെന്ന് മറുപടി തരുന്ന ദൈവമെന്ന് നമുക്ക് അവനിൽ വിശ്വസിപ്പാൻ കഴിയട്ടെ. आपको समझ में आ रहा है? നിങ്ങൾക്ക് മനസ്സിലാകുന്നു? समझ में आ रहा है? प्रेज़ द लॉर्ड. हालेलुया. क्रिटिकल टाइम में जो हम प्रार्थना करते हैं परमेश्वर तुरंत जवाब देता है. അത്യാവശ്യ ഘട്ടങ്ങളിൽ ആമേ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമുക്ക് പെട്ടെന്നുള്ള മറുപടിയും തരും. और फिर दूसरी आयत में जब हम पढ़ते हैं वहां पर हालेलुया वो अपना वेदी तैयार करते, परमेश्वर से वो बलि चढ़ाते हुए परमेश्वर से वो प्रार्थना कर रहा है. രണ്ടാമത്തെ വാക്യത്തിൽ ഒരു യാഗപീഠം ഒരുക്കി ദൈവത്തിന്റെ സന്നിധിയിൽ ആരാധന കഴിക്കുന്ന ദാവീദ്. वहां पर दूसरी आयत में ऐसा लिखा गया है कि मेरे हाथों को तेरी ओर उठाते हुए प्रार्थना करना. हालेलुया. वो भी शाम के वक्त मैं जो परमेश्वर से प्रार्थना करता हूं उस पर तो मुझे जवाब दे करके वो परमेश्वर से प्रार्थना करता है. സന്ധ്യയെങ്കിൽ ഞാൻ എന്റെ കൈകളെ തിരുസന്നിധിയിലേക്ക് മലർത്തി കഴിക്കുന്ന പ്രാർത്ഥനയും തിരുസന്നിധിയിൽ എത്തട്ടെ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുക. संध्या काल के अन्न बलि पर तू रहम कर, दया कर बोलकर वो परमेश्वर से प्रार्थना करता है. എന്റെ സന്ധ്യായാഗം നിനക്ക് പ്രസാദമായിരിക്കട്ടെ എന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുക. दाऊद शायद अपने जान बचाने के लिए वो भाग रहा होगा, शायद गुफा के अंदर या पहाड़ों में कहीं तो वो छुपने के लिए वो दौड़ रहा है, लेकिन फिर भी उसका जिंदगी में एक इवनिंग प्रेयर परमेश्वर के सामने है करके उस दूसरे आयत में हम पढ़ रहे हैं. ഒരുപക്ഷെ ദാവീദ് ജീവൻ രക്ഷിക്കുവാനായി ഗുഹകളിലും കാടുകളിലും ഒക്കെ ഓടി നടക്കുന്നതിന്റെ ഇടയിലും അവൻ ഈ വാക്യം നമ്മളെ തെളിയിച്ചു തരുന്നത് അങ്ങനെ ഒരു സാഹചര്യത്തിലും ദാവീദിന്റെ സന്ധ്യാപ്രാർത്ഥന മുടങ്ങിയില്ല എന്നുള്ളതാണ്. हालेलुया. आपको समझ में आ रहा है? प्रेज़ द लॉर्ड. हम यदि एक समस्या में गिर जाएगा तो प्रार्थना के लिए फिर हमें
दिखाई तक नहीं देगा, गायब हम हो जाते हैं। എന്തെങ്കിലും ഒരു പ്രശ്നം ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മളെ പിന്നെ പ്രാർത്ഥനയ്ക്ക് കാണാനേ ഇല്ല. हालेलुया। लेकिन दाऊद की जिंदगी में इतना कठिन समय में भी शाम के वक्त भी वो परमेश्वर से प्रार्थना करने के लिए तैयार हो रहा है। ദാവീദിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസരമായിട്ട് പോലും ആമേൻ തന്റെ ജീവിതത്തിലെ സന്ധ്യാ പ്രാർത്ഥനയ്ക്ക് മുടക്കം വന്നില്ല. और तीसरी आयत हम देखेंगे, हले हे यहोवा मेरे मुख का पहरा बैठा करके वो परमेश्वर से प्रार्थना कर रहा है। മൂന്നാമത്തെ വാക്യത്തിൽ യഹോവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തണമേ, എന്റെ അധരദ്വാരം കാക്കണമേ എന്ന് ദൈവത്തോട് ദാവീദ് और പ്രാർത്ഥിച്ചു. मेरे होठों के द्वार पर रखवाली कर बोलकर वो परमेश्वर से प्रार्थना कर रहा है। എന്റെ അധരദ്വാരം കാക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചു. वो आयत से आपको क्या समझ में आ रहा ഈ है? വാക്യത്തിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? आपकी बाइबल में वो आयत है? നിങ്ങളുടെ ബൈബിളിൽ അങ്ങനെ ഒരു വാക്യമുണ്ടോ? हालेलुया। यहाँ पर लिखा गया है कि मेरे मुंह के लिए एक सिक्योरिटी गार्ड को रखने के लिए दाऊद परमेश्वर से प्रार्थना कर रहा എന്റെ है। വായ്ക്ക് ഒരു കാവൽ നിർത്തണമെന്ന് ദാവീദ് ദൈവത്തോട് അപേക്ഷിക്കുക. Set a guard over my mouth, मेरे मुंह के सामने एक रखवाली करने वाला एक सिक्योरिटी गार्ड को रखने के लिए परमेश्वर से दाऊद प्रार्थना कर रहा है। എന്റെ വായെ സൂക്ഷിക്കത്തക്കവണ്ണം എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തണമെന്ന് ദാവീദിന്റെ പ്രാർത്ഥന. हम सब प्रार्थना करने वाले लोग हैं, लेकिन काफी बार प्रार्थना करने के तुरंत बाद हम नेगेटिव बातों को भी बोलने के लिए हम कभी पीछे नहीं हटते हैं। നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ആമേൻ നെഗറ്റീവായ നകാരാത്മകമായ കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. दाऊद कहता है कि हे परमेश्वर मेरे मुंह में एक पहराव को आप ठहरा कर रख, ताकि मेरे मुंह से कोई भी गलत शब्द गलत बातें ना आने पाए। ദാവീദ് ദൈവത്തോട് പറയുകയാണ്, ദൈവമേ എന്റെ വായുടെ ആമേൻ അടുക്കൽ ഒരു കാവല് നിർത്തിവെച്ച് ആമേൻ ഞാൻ പറയണ്ടാത്തത് പറയാതിരിപ്പാൻ എന്നെ സൂക്ഷിക്കണം. मैं जब सेमिनारी में कोटे में मैं जब पढ़ रहा था, तब हालेलुया कोटे में मेरा एक मित्र है, हमारे साथ पढ़ने वाला एक मित्र है। आई मीन उनके माँ के बारे में हमने सुना कि शी वॉज ए प्रेयर वॉरियर, वो एक प्रार्थना का योद्धा है करके हमने काफी लोगों के द्वारा आई मीन हमने सुना है। ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്റെ കൂടെ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന്റെ മാതാവിനെ കുറിച്ച് പലരിൽ നിന്ന് ഇങ്ങനെ കേൾക്കുവാനിടയായിട്ടുണ്ട്. താൻ ഒരു വലിയ പ്രാർത്ഥന പോരാളിയാണ് എന്ന്. बहुत लोग उनके द्वारा जाके प्रार्थना करवाते हैं आई मीन, और परमेश्वर जवाब भी देता है। അനേകര് ആ മാതാവിന്റെ അടുക്കൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. പലർക്കും വിടുതലും ലഭിക്കാറുണ്ട്. एक बार मैं और मेरा मित्र उनके घर में आई मीन गए उनके मम्मी से मिलने के लिए, और जैसे ही हम गए तो उनका मम्मी फोन में किसी के लिए बड़े सामर्थ के साथ वो प्रार्थना कर रहे हैं। ഒരിക്കൽ ആ ഭവനത്തിൽ കടന്നു പോകുവാനിടയായി. ചെന്നപ്പോൾ ആ മാതാവ് ഫോണിലൂടെ ആർക്കോ വേണ്ടി വളരെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. और ये प्रार्थना के बीच में बहुत जोर जोर से गंभीर तौर से अन्य भाषा में वो प्रार्थना कर रही है, और सारे बातों के खिलाफ हालेलुया बड़े सामर्थ के साथ जय प्राप्त करते हुए वे प्रार्थना कर रही है। തന്റെ പ്രാർത്ഥനയിൽ വളരെ ശക്തമായ ഉച്ചത്തിൽ അന്യഭാഷ പറയുന്നുണ്ട്. പല കാര്യങ്ങളെയും വിജയം ഏറ്റെടുത്തുകൊണ്ടൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. शैतान को वो डांट रही है, बहुत कुछ आमीन उस फोन कॉल में हम सुन रहे हैं। പിശാചിനെ ഉറക്ക ശാസിക്കുന്നുണ്ട്. പലതും ഞങ്ങൾ ആ ഫോണിൽ കേട്ടു. और फिर उनसे कहा कि हालेलुया मैंने प्रार्थना किया है, आपके विषय में जवाब मिल चुका है, परमेश्वर ने अद्भुत कार्य किया है बोलकर उन्होंने फोन रख दिया। ദൈവം വലിയ വിടുതൽ ചെയ്തു എന്ന് പറഞ്ഞ് താൻ ഫോൺ വയ്ക്കുവാനിടയായി. और आई मीन फोन रखने के बाद में तुरंत उनका एक पड़ोसी का कॉल आया, दूसरे एक पड़ोसी के बारे में थोड़ा सा आई मीन गलत व्यवहार हो गया, उसके बारे में कंप्लेंट करते हुए ये आंटी को फोन आया। അത് ആ ഫോൺ അങ്ങോട്ട് വെച്ച പാടെ തന്നെ തൊട്ട് അയൽവക്കക്കാരിയുടെ ഫോൺ വരുവാനിടയായി. വേറൊരു പ്രശ്നം വേറൊരു അയൽവക്കക്കാരുമായി നടക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കുകയാണ്. आई मीन 2 मिनट पहले अन्य भाषा में प्रार्थना करने वाले आंटी के मुंह से आया हुआ शब्दों को मैंने जब सुना, हालेलुया मेरा होश उड़ गया। हालेलुया ऐसे शब्द उनके मुंह से बाहर आ रहा था। 2 മിനിറ്റ് മുമ്പ് ഇത്ര ഉച്ചത്തിൽ അന്യഭാഷ പറഞ്ഞ ആന്റിയുടെ വായിൽ നിന്ന് അപ്പോൾ വരുന്ന വാക്കുകൾ കേട്ടിട്ട് ആമേൻ ബോധം പോകുന്നത് പോലെ തോന്നി. हालेलुया प्रेज द लॉर्ड हालेलुया। आई मीन ऐसा प्रार्थना भी लोग करते हैं। हालेलुया अभिषेक के साथ भी प्रार्थना करते हैं, संसारिक लोगों के समान भी मुंह से बातें आते हुए हम
देखते हैं। ഇങ്ങനെയുള്ള ആളുകളെ നമ്മൾക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവൻ പ്രാർത്ഥിക്കുമ്പോൾ വലിയ വലിയ ആത്മീക വാചകങ്ങൾ ഉപയോഗിച്ചിട്ട് അല്പനേരം കഴിയുമ്പോൾ ലോക മനുഷ്യരെ പോലെയുള്ള വർത്തമാനം പറയും. आप लोग शायद ऐसा नहीं करते होंगे, लेकिन हमने बहुत सुना है। നിങ്ങൾ ഒരുപക്ഷെ അങ്ങനെ ചെയ്യുന്നവരായിരിക്കത്തില്ല, പക്ഷെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. सोचकर देखिएगा, आपको अच्छा मटन बिरयानी पसंद है करके आप सोचो, നിങ്ങൾക്ക് നല്ല മട്ടൻ ബിരിയാണി ഇഷ്ടമാണെന്ന് ചിന്തിക്കുക. और आपके सामने हैदराबाद का सबसे बढ़िया मटन बिरयानी आपके टेबल में आपके सामने रखा हुआ है। നിങ്ങളുടെ മുന്നിൽ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ ബിരിയാണി വെച്ചിരിക്കുക. आप खाने के लिए पूरा जोश में है, जैसे खाने के लिए प्लेट में हाथ रखता है, तब आप देखते हैं उसके अंदर एक लिजर्ड, हालेलुया, मरा हुआ पड़ा है। ആ ആഹാരം വളരെ ടേസ്റ്റോടെ കഴിക്കാനായിട്ട് ഓടിച്ചെന്നപ്പോഴാണ് അതിനകത്തൊരു പല്ലി കിടക്കുന്നത്. ये लिजर्ड को जैसे ही देखा, आप हाथ डाल के वो मटन बिरयानी खाएंगे या आप उसे छोड़ देंगे? നിങ്ങൾ അത് കണ്ടു കഴിഞ്ഞാൽ അത് കൈയും കൊണ്ട് എടുത്ത് കളയുമോ അതോ നിങ്ങൾ അത് കഴിക്കുമോ? हालेलुया। मटन बिरयानी आपको पसंद है, लेकिन आपने जैसे ही वो प्राणी को इसके अंदर देखा, तो आप वो बिरयानी खाएंगे या आप उसको छोड़ देंगे? നിങ്ങൾക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാ, പക്ഷേ നിങ്ങൾ അതിനകത്തൊരു കീടയെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കുമോ? सोचकर देखिएगा, ऐसा ही काफी बार हमारा प्रार्थना रह जाता है। നമ്മുടെ പ്രാർത്ഥനയും പലപ്പോഴും ഇത് തന്നെ. हम परमेश्वर के सामने इतना गिड़गिड़ाकर, रो के, उपवास के साथ, जोश के साथ हम प्रार्थना करते हैं, वो एक मटन बिरयानी के समान परमेश्वर के सामने पहुंच रहा है, लेकिन तुरंत परमेश्वर देखता है, उसके तुरंत बाद हमारे मुंह से आने वाला शब्द देखकर परमेश्वर कैसा जवाब देंगे, वो हम सोचना भी बहुत जरूरी है। നമ്മുടെ പ്രാർത്ഥനയെല്ലാം ഇതുപോലെയാണ്. വളരെ ഒരു നല്ല ധൂപമായി ദൈവസന്നിധിയിലേക്ക് അത് ഉയർന്നു ചെല്ലുമ്പോൾ പെട്ടെന്ന് ദൈവം നോക്കുമ്പോഴാണ് അതിനിടയിൽ തന്നെ നമ്മുടെ ആവശ്യമല്ലാത്ത വാക്കുകൾ ചെല്ലുന്നത്. അപ്പോൾ തന്നെ അത് റിജക്ട് ആവും. आपको समझ में आ रहा है? समझ में आ रहा है? आप लोग इधर है या नेटवर्क का प्रॉब्लम नहीं है ना? आप सब इधर है ना? നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടോ? हालेलुया, प्रेज़ लॉर्ड। कल आप कहीं जाके बोलना नहीं कि जीजो पास ने कहा कि आपका प्रार्थना सब कुछ परमेश्वर के सामने मटन बिरयानी जैसा जा रहे करके कहीं जाके प्रचार नहीं करना। मैं आपको समझाने के लिए एक उदाहरण बताया है। നിങ്ങൾ ആരും നാളെ പോയി എവിടെയും പറയരുത് ജിജോ പാസ്റ്റർ പ്രാർത്ഥന മട്ടൻ ബിരിയാണിയാണെന്ന് പറഞ്ഞെന്ന് പറയരുത്. ഒരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. इसके लिए दाऊद को पता है कि मैं जो प्रार्थना करता हूँ, हालेलुया, यदि प्रार्थना के तुरंत बाद गलत बातें मेरे मुंह से आएगा तो वो शायद मेरा ही अनुग्रह का खिलाफ हो जाएगा। परमेश्वर से कहता है कि खुदा, मेरे इस मुंह के सामने एक सिक्योरिटी गार्ड को तू रख दे, ताकि अन्याय की बातें मेरे मुंह से ना ആനേ പായ്. ദാവീദ് ഒരു സത്യം തിരിച്ചറിയുവാൻ ഇടയായിത്തീർന്നു. ആമേൻ. ഒരുപക്ഷെ ഞാൻ ദൈവസന്നിധി നിലവിളിക്കുന്നുണ്ടാകാം, പ്രാർത്ഥിക്കുന്നുണ്ടാകാം, പക്ഷെ എന്റെ അപേക്ഷയ്ക്ക് മറുപടി ലഭിക്കുവാൻ തടസ്സമായ എന്റെ വാക്കുകൾ, ആമേൻ, പ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ പറയുന്ന വാക്കുകൾ തീരുവാൻ സാധ്യതയുള്ളത് കൊണ്ട് ദൈവമേ എന്റെ വായിക്കൊരു കാവൽ നിർത്തി അരുതാത്തത് പറയാതെ സൂക്ഷിക്കണം. हम सिक्योरिटी गार्ड को क्यों रखते हैं? നമ്മൾ എന്തിനാ കാവൽ നിർത്തുന്നത്? सिक्योरिटी गार्ड है तो वहां पर चेक इन होगा, सब कुछ वो देखेगा, आने जाने वाले कैसे लोग हैं, यदि वो अंदर जाने का लायक है या नहीं, सब कुछ देखकर परख कर ही उसे अंदर जाने का अनुमति देता है. ഒരു കാവൽ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി അങ്ങോട്ടും ആ ഗേറ്റിനകത്തോട്ടും പുറത്തോട്ടും പോകുന്ന വ്യക്തികളെ പരിശോധിക്കും. പോകുവാൻ പ്രാപ്തിയുള്ളവനാണ്, അതിന് കഴിയുന്നവൻ യോഗ്യനാണോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ടതിന് ശേഷമേ വിടുകയുള്ളൂ. आईडी कार्ड है, ओटीपी है, तो ही आजकल कुछ सोसाइटीज में अंदर भी जा सकते हैं. ചില സൊസൈറ്റികളിൽ അകത്ത് പോകണമെങ്കിൽ നമ്മൾ ID കാർഡ് കാണിക്കണം, നമ്മുടെ मोबाइल അവർ തന്ന OTP കാണിക്കണം. अरे हमारा मामा ने 3 करोड़ का घर लिया है बोलकर उधर नहीं जा सकते हैं. जब तक मामा आपको OTP नहीं देगा तब तक आप उस बिल्डिंग में प्रवेश कर नहीं पाएंगे. എന്റെ മാമ 3 കോടിയുടെ വീട് വാങ്ങിച്ചതാണെന്ന് പറഞ്ഞ് ബിൽഡിംഗിൽ കയറി ചെല്ലാൻ കഴിയത്തില്ല. മാമ അയച്ചു തന്ന OTP കാണിച്ചെങ്കിലേ കയറാൻ പറ്റത്തുള്ളൂ. हालेलुया। वैसे ही दाऊद परमेश्वर से कहता है कि खुदा, एक सिक्योरिटी गार्ड को रख ताकि अन्याय के शब्द मेरे मुंह से बाहर ना आने पाए. അങ്ങനെ ഒരു പ്രാർത്ഥനയാണ് ദാവീദ് ഇവിടെ പ്രാർത്ഥിക്കുന്നത്. ദൈവമേ എന്റെ വായിക്ക് നീ ഒരു കാവൽ നിർത്തണം, കാരണം ഞാൻ ആവശ്യമില്ലാത്ത ഒരു വാക്കുപോലും പറയുവാനിടയാകരുത്. भजन संहिता 66 और उसके 18वें आयत को हम पढ़ेंगे. भजन संहिता 66 और उसके 18वें आयत को हम जरूर देखेंगे. സങ്കീർത്തനം 66
18 ഞാൻ എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ യഹോവ കേൾക്കയില്ലായിരുന്നു. I mean, मेरा हृदय के अंदर हालेलुया गलत बातें यदि मैं सोचता तो मेरा परमेश्वर कभी भी मेरा प्रार्थना नहीं सुनता था. എന്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ കർത്താവ് तो കേൾക്കില്ല. मेरा हृदय में अन्याय की बातें नहीं होना चाहिए. यदि है तो मेरा परमेश्वर वो प्रार्थनाओं को सुन नहीं पाएंगे. എന്റെ ഹൃദയത്തിൽ ഞാൻ അകൃത്യം കരുതിയാൽ യഹോവ കേൾക്കയില്ല. हालेलुया. परमेश्वर के वचनों में बहुत सारे आमीन आयतें हैं हालेलुया जहां पर हमारे मुंह से आने वाला शब्द हमारे हृदय का विचार काफी बार हमारा प्रतिफल हमारे अनुग्रहों को खत्म कर देता है. പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിക്ക് തടസ്സമായി മാറാറുണ്ട്. Amen. Book of Proverbs chapter 18 verses 21. हालेलुया. Book of Proverbs chapter 18 18वें अध्याय के 21वीं आयत को हम जब देखते हैं वहां पर ऐसा लिखा गया है. സദൃശ്യവാക്യം 18:21 മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. हालेलुया. मृत्यु और जीवन हमारे जीभ में है. हालेलुया. जैसे हम इस्तेमाल करते हैं उसका प्रतिफल उसे ऐसा ही मिलता है. മരണവും ജീവനും നാവിന്റെ അധികാരത്തിലിരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും. हालेलुया. तो हम निर्णय करना है हमारे मुंह से आने वाला शब्द वो जिंदा होना है या मृत्यु का कारण होना है. कैसा निर्णय हमारे मुंह से आने वाला है. നമ്മുടെ തീരുമാനമാണ് നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മരണകാരണമാകണമോ ജീവകാരണമാകണമോ എന്നുള്ളത്. Amen. Book of Proverbs chapter 13 13वें अध्याय उसके दूसरे आयत भी हम देखेंगे. 13वें अध्याय के दूसरे आयत 13-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും, ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ. हालेलुया. उसके मुंह के फल के कारण वो आशीषित होगा करके हम वचन में पढ़ रहे हैं. തന്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കുമെന്ന് വചനം പറയുന്നു. मुंह से आने वाला शब्द अनुग्रह का कारण हो सकता है. വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് അനുഗ്രഹം ഉണ്ടാകും. कितने बड़े बड़े कंपनीज का प्रोजेक्ट रिजेक्ट हो गया है मुंह से आने वाले एक गलत शब्द के कारण. എത്രയോ വലിയ വലിയ കമ്പനികളുടെ നല്ല ലാഭമുള്ള ബിസിനസ് നഷ്ടമായി പോകുന്നുണ്ട് വായിൽ നിന്ന് വരുന്ന ഒരു വാക്ക് നിമിത്തം. मैंने एक बार सुना एक अंकल ने कहा कि पास्टर मैं उसके लिए कुछ करने के लिए उसके घर गया था, लेकिन उसके मुंह से आया वो शब्द के कारण मैंने नहीं दिया, वापस में आ गया. പലവട്ടം പല ആളുകൾ പറയുന്നത് ഇങ്ങനെ കേട്ടിട്ടുണ്ട്, പാസ്റ്ററെ ആ വ്യക്തിക്ക് ഒരു നന്മ ചെയ്യണമെന്ന് വിചാരിച്ച അവന്റെ വീട്ടിൽ പോയത്, പക്ഷെ അവന്റെ വാക്ക് കേട്ട് കഴിയുമ്പോൾ അവന്റെ വായിലെ വർത്തമാനം കേട്ടാ കൊടുക്കാൻ തോന്നത്തില്ല. आपने कभी ऐसा सुना है? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? हालेलुया. क्या आपको कभी ऐसा अनुभव हुआ है? നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? हालेलुया. काफी बार अनुग्रह हमारे मुंह से आने वाला शब्द के कारण वो हमारे लिए नष्ट हो जाता है. इसके लिए भजन संगीता लिखने वाला दाऊद कहता है कि खुदा कीप ए गार्ड ओवर माय माउथ. एक सिक्योरिटी गार्ड को मेरे हालेलुया मुंह के सामने रख दे ताकि अन्याय के बातें या मेरे प्रतिफल या अनुग्रह को नष्ट होने वाला कोई भी शब्द मेरे मुंह से ना आने पाए. പലപ്പോഴും നമ്മുടെ വാക്കുകൾ നമ്മുടെ പല അനുഗ്രഹങ്ങളും നന്മകളും തടയുവാൻ ഇടയുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്, ദൈവമേ എന്റെ വായ്ക്കൊരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാൽക്കണമേ. मत्ती के सुसमाचार उसके 12वें अध्याय उसके 34 आयत को हम देखेंगे. मत्ती के सुसमाचार उसके 12वें अध्याय उसके 34th आयत को हम देखेंगे. മത്തായി 12:34 സർപ്പസന്തതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും? ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ സംസാരിക്കുന്നത്. आपका हृदय जो भरा हुआ है वो ही आपके मुंह से बाहर आना शुरू करता है. നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ വായിൽ നമ്മൾ പറയുന്നത്. कुछ लोगों को कितना भी अनुग्रह हो उनके मुंह से नेगेटिव बातें ही आता है. ചില വ്യക്തികളുണ്ട് എത്ര അനുഗ്രഹിക്കപ്പെട്ടാലും നകാരാത്മകം മാത്രമേ സംസാരിക്കൂ. परमेश्वर कितना भी उन्हें आशीष करे लेकिन उसके मुंह से नेगेटिव, मुझे नहीं मिला, मुझे वो नहीं हुआ, ये नहीं हुआ, नेगेटिव बातें ही उनके मुंह से आते हैं. परमेश्वर करने वाला कोई भी बातें उन्हें दिखाई तक नहीं देता है.
എത്ര അനുഗ്രഹിക്കപ്പെട്ടാലും ഇല്ലാത്തതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. हालेलुया, परमेश्वर ने हमें, प्रेज लॉर्ड, हालेलुया, हमारे निर्बलताओं के बीच में से उठाया है. हमारे पैरों को चट्टान पर खड़ा करते हुए उसने हमारे पैरों को स्थिर किया है. हमारे योग्यता से बढ़कर परमेश्वर में अनुग्रह करते हैं. हमारे मुंह से कभी भी नेगेटिव शब्द नहीं आने पाए. നമ്മുടെ ബലഹീനതയിൽ നമുക്ക് ശക്തി തന്ന് നമ്മളെ ഉയർത്തി ഉറപ്പുള്ള പാറമേൽ നിർത്തി നമ്മെ അനുഗ്രഹിച്ച കർത്താവിന് ആമേൻ വിരോധമായി നെഗറ്റീവായി നമ്മൾ ഒന്നും ഒരു വാക്കുപോലും പറയരുത്. एक गुस्सा से होने वाला शब्द शायद बड़े बड़े रिश्तों को भी तोड़ देता है. ഒരു ദേഷ്യത്തിൽ ഒരു കോപത്തിൽ പറയുന്ന വാക്കുകൾ നല്ല നല്ല ബന്ധങ്ങളെ മുറിച്ചു കളയുവാൻ സാധ്യതയുണ്ട്. I mean uncontrolled statements हमारे मुंह से, I mean जो नियंत्रण नहीं किया उसके कारण बड़े बड़े रिश्ते टूट जाते हैं. ഒരു നിയന്ത്രണമില്ലാതെ നമ്മിൽ നിന്ന് പുറപ്പെട്ട ചില വാക്കുകൾ ചില ബന്ധങ്ങളെ മുറിച്ചു മാറ്റാറുണ്ട്. हमने सुना हुआ कुछ रूमर से हमें रखते हुए हम कुछ बातें कहते हैं, उसके कारण कुछ परिवार टूट जाते हैं, बिखर जाते हैं. ആരെങ്കിലും പറഞ്ഞ എന്തെങ്കിലും വാക്കുകൾ കേട്ട് ആമേൻ മറ്റുള്ളവരെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ നിമിത്തം ചില ബന്ധങ്ങൾ ആമേൻ മുറിഞ്ഞു പോയ അനുഭവങ്ങളില്ലേ? किसी ने बोला हुआ झूठ वाले शब्द, I mean हमने वो सुनकर दूसरे के बारे में यदि हमने कहा है, शायद उसके परिवार भी टूट सकता है. മറ്റുള്ളവരെ കുറിച്ച് വേറൊരു വ്യക്തി പറഞ്ഞ എന്തെങ്കിലും കാര്യം തെറ്റ് കള്ളം കേട്ട് നമ്മൾ ഒരു കുടുംബത്തിനെതിരെ സംസാരിച്ചത് നിമിത്തം കുടുംബങ്ങൾ തകർന്നു പോയത് ആമേൻ ഇല്ലേ? हालेलुया, बड़े बड़े राज्य टूट जाते हैं एक शब्द के कारण. हालेलुया, बड़े बड़े सिंहासन छीना जाता है एक शब्द के, गलत शब्द के कारण. വലിയ വലിയ ദേശങ്ങളും രാജ്യങ്ങളും സിംഹാസനങ്ങളും തകർന്നടിഞ്ഞിട്ടുണ്ട് വായിൽ നിന്ന് വരുന്ന തെറ്റായ വാക്കുകൾ നിമിത്തം. भजन संहिता 34 उसका 13th आयत हम देखेंगे. भजन संहिता 34 उसका 13th आयत हम देखेंगे. സങ്കീർത്തനം 34 13 ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുക. हालेलुया, दोष के बातें करने के लिए तुम्हारे मुंह कभी भी इस्तेमाल ना करें. ദോഷം ചെയ്യാതെ നിന്റെ നാവിനെ നീ സൂക്ഷിക്കുക. हालेलुया, हम हमें एक जिप डालना जरूरी है. हालेलुया, प्रेज़ लॉर्ड, एक पैरों को ठहराना जरूरी है, क्योंकि आने वाला एक गलत शब्द शायद अन्याय की ओर हमें शायद लेकर चल सकता है. നാക്കിന് വായിക്ക് ഒരു സിബിട്ട് വെച്ചതുപോലെ കാവൽ നിർത്തി അന്യായമായി ഒരു വാക്കുപോലും സംസാരിക്കാതെ നാം വായെ അടക്കി വെക്കണം. Hallelujah, book of Proverbs chapter 13 verses 3. I mean हम पढ़ेंगे book of Proverbs chapter 13 verses 3. Hallelujah. സദൃശ്യവാക്യം 13:3 വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു, अधरंगले पिलरकनवनो नाशम भवित. हालेलुया, जो मुंह को संभालता है वो अपना प्राण को भी संभालता है. हालेलुया, प्रेज लॉर्ड. तो हमारे मुंह यदि हम संभाले तो शायद हमारे प्राण को भी हम संभाल रहे हैं. വായെ കാത്തുകൊള്ളുന്നവൻ പ്രാണനെ സൂക്ഷിക്കുന്നു. നമ്മുടെ വാക്കുകളെ നമ്മൾ നിയന്ത്രിച്ചാൽ നമ്മുടെ പ്രാണൻ പോലും രക്ഷപ്പെടുവാനിടയുണ്ട്. I mean एक बार 4 मित्र लोग मिलकर, हालेलुया, I mean प्रेज लॉर्ड, गांव में केरला में, हालेलुया, उनको I mean कुछ खेत है, वहां का फसल काटने के लिए वो जाने के लिए तैयार हो रहे हैं. ഒരിക്കൽ നാട്ടിൽ 4 മിത്രങ്ങൾ ഒരുമിച്ച് അവർക്കുള്ള വയലിൽ പോയി അവർ കൊയ്യുവാനായി പോകുവാൻ തീരുമാനമെടുത്തു. I mean प्रेज़ लॉर्ड, जाने के लिए 4 मित्र लोग साथ में जुड़ गए और उन्हें वहां पर जाना है, लेकिन जाने से पहले बहुत बड़ा एक नदी है, उसको पार करना है, तो उसके लिए नाव है. नाव में उन लोग रेगुलरली उस जगह तक वे जाते हैं. അവര് 4 പേരും കൂടെ കൂട്ടുകാരാണ്. അവര് തീരുമാനിച്ചു നമുക്ക് പോകാം, കൊയ്ത്തിന് പോകണം. പക്ഷെ ഇവര് സാധാരണ പോകുന്ന സ്ഥലത്ത് ഒരു നദി കടന്നു വേണം പോകാൻ. അതിനുവേണ്ടി അവര് വള്ളം ഉപയോഗിക്കാറുണ്ട്. उस दिन सुबह से लेकर दोपहर तक इंतजार किया, लेकिन नाव नहीं आया. तो एक मित्र ने कहा कि कोई बात नहीं, हम सब तैरना जानते हैं, इसके लिए हम तैर कर उस पार जाएंगे और हम फसल काट के वापस आएंगे. അന്ന് രാവിലെ മുതൽ അവർ നോക്കി നിന്നിട്ട് വള്ളമൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരിൽ ഒരാൾ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാൻ, സാരമില്ല, വെള്ളമില്ലെങ്കിലും നമുക്ക് നീന്തുവാൻ അറിയാമല്ലോ, നമുക്ക് നീന്തി അക്കരയ്ക്ക് പോകാം. तो उनके पास एक
छुरी है, एक अलग टाइप का छुरी है जो फसल काटते हैं, वो उनके हाथ में है। तो इसके लिए उन्होंने सोचा कि ये कहाँ रखेंगे, कमर में नहीं बांध सकते क्योंकि शायद हालेलुया वो कुछ घाव पहुंचाएगा। इसके लिए एक व्यक्ति ने कहा कोई बात नहीं, वो छुरी हम मुंह में ऐसा काट के पकड़ के हम तैरकर उस पार चले जाएंगे। അവര് ചിന്തിച്ചു, ഇവരുടെ കയ്യിലെല്ലാം കൊയ്ത്തരിവാൾ ഉണ്ടായിരുന്നു, ഇത് അരക്കി കെട്ടിക്കഴിഞ്ഞാൽ അവർക്ക് മുറിവുണ്ടാകും. അപ്പോൾ ഒരാൾ ഐഡിയ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, എവിടെയും കെട്ടിവെക്കണ്ട, വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് പോവാം. मुंह में काट के पकड़ते हुए वो तैरना शुरू किया। അവർ ഈ കത്തി വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് നീന്താൻ തുടങ്ങി. हालेलुया। और तैरते तैरते पहले वाला एक मित्र ने कहा, हालेलुया, क्या आप सभी के मुंह में छुरी है करके पूछा। तो जैसे मुंह खोला उसके मुंह से छुरी पानी में चले गए। അത് ഇങ്ങനെ നീന്തി നീന്തി പോകുന്ന വഴിക്ക് ആദ്യത്തെ ഒരുത്തൻ ചോദിച്ചു, എല്ലാവരുടെയും കത്തി വായിൽ തന്നെ ഉണ്ടോ എന്ന് ചോദിക്കാൻ വായി തുറന്നു, തന്റെ കത്തി പോയി. और थोड़ा सा आगे गया तो दूसरा मित्र ने कहा कि हाँ मेरे मुंह में छुरी रखा है। जैसे ही बोला वो मित्र के मुंह से भी छुरी नीचे गिर गया। രണ്ടാമത്തവൻ മറുപടി പറയാനായിട്ട് വാ തുറന്നതാണ്. എന്റെ വായിൽ കത്തി ഉണ്ടെന്ന് പറയാൻ താൻ തുറക്കുകയും തന്റെ കത്തിയും പോയി. तो उनके साथ तैरने वाला एक सीनियर, एक बुजुर्ग व्यक्ति भी है। तो उन्होंने गुस्से से कहा कि मैंने कहा है कि मुंह मत खोलना। हालेलुया। जैसे वो बोलने के लिए मुंह खोला तो उसके मुंह से भी छुरी पानी में गिर गया। അവരുടെ കൂട്ടത്തില് വളരെ പ്രായം ഒക്കെയുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, അവരുടെ നേതാവായിരുന്നു. അവൻ ഇവരെ വഴക്ക് പറയാനായിട്ട്, നിന്നോടൊക്കെ പറഞ്ഞതാ വാ തുറക്കല്ലെന്ന് പറയാൻ തുറക്കുകയും തന്റെയും കത്തി പോയി. तो 3 लोगों का अभी छुरी नहीं है, 3 പേരുടെയും കത്തി अभी एक का ही बचा है। ഒരുത്തന്റേതേ ഉള്ളൂ. तो इनका मन में हम वहां तक जाएंगे तो फसल काटने के लिए हमारे पास छुरी नहीं है, तो ये चौथा व्यक्ति ऐसा जाके मजा नहीं उठाना चाहिए। इसके लिए उनको प्रेरणा कर रहे हैं कि उसका मुंह कैसे ना कैसे खुल जाए। ഈ 3 പേർക്കും വലിയ അസ്വസ്ഥതയായി. ഇവരുടെ 3 പേരുടെയും കത്തി നഷ്ടപ്പെട്ടു പോയി. ഇനി ഒരുത്തന്റേതുണ്ട്, അവനെ എങ്ങനെങ്കിലും ഇത് കളയിക്കാനായി ഇവരവനെ അസ്വസ്ഥപ്പെടുത്താൻ തുടങ്ങി. बहुत कोशिश किया लेकिन ये चौथा व्यक्ति मुंह नहीं खोल रहा है। എത്ര ശ്രമിച്ചിട്ടും ഈ നാലാമത്തവൻ വാ തുറന്നില്ല. और तैरते तैरते करीबन किनारे तक पहुंच रहा है। ഏകദേശം നീന്തി നീന്തി കരയ്ക്കടുത്തു. चौथा व्यक्ति कहता है तुम कितना भी जबरदस्ती करो मैं मेरा मुंह नहीं खोलने वाला हूँ। നാലാമത്തവൻ പറഞ്ഞു, നിങ്ങൾ എത്ര ശ്രമിച്ചാലും ഞാൻ എന്റെ വായി തുറക്കത്തില്ല. पहुंचा नहीं है, उससे पहले वो कह रहा है कि कितना भी तुम जोर डालो, कुछ भी करो, मैं मुंह नहीं खोलने वाला हूँ। നിങ്ങൾ എത്ര എന്നെ ശ്രമിച്ചാലും ഞാൻ വാ തുറക്കത്തില്ലെന്ന് അവൻ പറഞ്ഞു. समझ में आ रहा है? നിങ്ങൾക്ക് വല്ല മനസ്സിലാകും? अब चारों के पास छुरी नहीं है। ഇപ്പൊ 4 പേരുടെയും കത്തി പോയി. अब वहां पहुंचने का भी क्या फायदा है? ഇനി അവിടെ ചെന്നിട്ട് എന്തോ എടുക്കാന്? फसल काटने के लिए छुरी तो नहीं है उनके पास। കൊയ്ത്തിനുള്ള കൊയ്ത്തരിവാള് പോയി. ऐसा ही है, काफी बार अनंतता के लिए परमेश्वर में तैयार कर रहे हैं, लेकिन फसल काटने के समय में हमारे पास वो छुरी रहेगा या नहीं, ध्यान रखना बहुत जरूरी है। നമ്മൾ എല്ലാവരും പോവുകയാണ് നിത്യരാജ്യത്തിലേക്ക്. അങ്ങ് ചെല്ലുമ്പോഴേക്കും കൊയ്ത്തെടുക്കാനുള്ള അരിവാള് കാണുമോ ഇല്ലയോ എന്ന് എല്ലാവരും ഒന്ന് പരിശോധിക്കണം. वहां तक पहुंचने के लिए तैरना हम जानते होंगे, उसके लिए हम प्रयत्न भी कर रहे हैं, लेकिन वहां जाते ही हम देखते हैं प्रतिफल काटने के लिए, फसल काटने के लिए हमारे पास यदि छुरी नहीं बचा है तो क्या फायदा है यहां तक तैर कर आने का। നീന്തുന്ന ഒരുപക്ഷെ നമുക്കറിയാമായിരിക്കും, അക്കരെ നാട്ടിലേക്ക് പോകാൻ നമ്മൾ എല്ലാവരും ശ്രമിച്ചു നീന്തുന്നവരായിരിക്കും. പക്ഷെ അങ്ങ് ചെല്ലുമ്പോൾ കിട്ടേണ്ട പ്രതിഫലം വാങ്ങിക്കുവാനായി നമ്മുടെ ആയുധം നഷ്ടപ്പെട്ടവരാണെങ്കിൽ പിന്നെ എന്ത് പ്രയോജനമാ പോയി. लोग प्रेरणा करते हैं लेकिन हम कहते हैं कि तू कितना भी प्रेरणा कर, मैं मुंह नहीं खोलने वाला हूं बोलकर भी शायद कभी कभी हमारा अनुग्रह हम नष्ट कर देते हैं। ചില സാഹചര്യങ്ങൾ മറ്റുള്ളവർ നമ്മളെ സംസാരിക്കാനായി പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ അങ്ങനൊന്നും പറയുന്നവനല്ലെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ഒരു പക്ഷേ നമ്മുടെ കൃപ നഷ്ടപ്പെടുത്തും. मैं एक चर्च का पास्टर होने के नाते बहुत कुछ हम देखते हैं। कलीसिया के अंदर कहते हैं पास्टर मैं चर्च में मुंह नहीं खोलने वाला हूं, मैं शांत रहूंगा बोलकर चर्च के बाहर निकलते हुए बोलने वाला शब्द जब हम सुनते हैं ना, ये बंदा क्या अंदर बोला था बाहर क्या बोल रहा है, हम कंफ्यूज हो जाते हैं। ഒരു സഭാ ശുശ്രൂഷകൻ എന്ന നിലയിൽ പലതും കാണാറുണ്ട്. സഭയ്ക്കകത്ത് അതിവിശുദ്ധന്മാരായി ഞാൻ ഒരു വാക്കുപോലും പറയത്തില്ല എന്ന് പറയുന്ന വ്യക്തികൾ തന്നെ ചർച്ചിന് വെളിയിൽ ഇറങ്ങുമ്പോഴേക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഈ വ്യക്തി തന്നെയാണോ
അകത്ത് ഇങ്ങനെ പറഞ്ഞത് എന്ന്. आप कंफ्यूजन में नहीं होना, यहाँ का चर्च के बारे में नहीं बोल रहा हूँ। हम काफी चर्चेस में ट्रांसफर होकर सेवकाई करते हैं, हम लोगों को देखते हैं, इसके लिए वो उदाहरण मैं बोल रहा हूँ। ഇവിടുത്തെ സഭയെ കുറിച്ച് അങ്ങ് പറയുകയാണ്, നിങ്ങൾ ചിന്തിക്കരുത്, പലയിടങ്ങളിൽ പോകുമ്പോൾ കാണുന്ന അനുഭവങ്ങളെ കുറിച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. दाऊद कहता है कि परमेश्वर मैं जानता हूँ मेरा प्रतिफल नष्ट होने के लिए मेरा मुंह से आने वाला एक गलत शब्द काफी है, इसके लिए खुदा मेरे मुंह में एक सिक्योरिटी गार्ड को तो रख दे ताकि अन्याय का कोई भी शब्द मेरे मुंह से बाहर ना आने पाए. ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരദ്വാരം കാക്കണമേ. ആമേൻ. എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിക്ക് തടസ്സമാകാതിരിപ്പാൻ ഒരു അന്യായമായ വാക്കുപോലും എന്റെ വായിൽ നിന്ന് വരാൻ ഇടയാകരുത്. शाऊल दाऊद को मार डालने के लिए पीछे पड़ा हुआ है, लेकिन तभी भी दाऊद सतर्क है, अपने मुंह से आने वाला शब्द के बारे में बहुत ही कंट्रोल्ड है, क्योंकि दाऊद को पता है मैं मेरा बल से मुंह कंट्रोल कर नहीं पाऊंगा, परमेश्वर का मदद होना बहुत जरूरी है. इसके लिए परमेश्वर से शाम के वक्त आकर दाऊद परमेश्वर से प्रार्थना कर रहे कि खुदा मेरे मुंह में एक पहरों को अब ठहरा कर रख ताकि मेरे मुंह से एक भी गलत शब्द बाहर ना आने पाए. ദാവീദ് വ്യക്തമായി അറിഞ്ഞിരുന്നു തന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അവൻ ലഭിക്കുന്നതിന് തടസ്സമായ അവന്റെ വാക്കുകൾ തീരുവാൻ സാധ്യതയുണ്ട് എന്ന്. ശൗൽ തന്റെ പുറകെ തന്നെ ഉപദ്രവിക്കുവാനായി കൊല്ലുവാനായി ഓടി നടക്കുമ്പോഴും ദാവീദിന്റെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ അവൻ ഒരിക്കലും എന്റെ വായിൽ നിന്ന് അന്യായമായ ഒരു വാക്കുപോലും വന്ന് എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ അവൻ തടയപ്പെടുവാനിടയാകരുത്. अरे हमें मार डालने के लिए कोई आने का जरूरत नहीं है. किसी ने अगर मुस्कुरा के नहीं दिखाया तो हमारे मुंह से क्या क्या आ जाता है. നമ്മളെ ആരും കൊല്ലുവാനൊന്നും വരണ്ട, ആരെങ്കിലും ഒന്ന് ചിരിച്ചു കാണിച്ചില്ലെങ്കിൽ എന്തൊക്കെ വായിൽ നിന്നുള്ള വർത്തമാനങ്ങൾ കേൾക്കുന്നത് എന്തൊക്കെയാ. अरे प्रेज द लॉर्ड नहीं बोला बोल के हम क्या क्या कहानी बना देते हैं. ഒരാള് പ്രൈസ്തലോട് പറഞ്ഞില്ലെങ്കിൽ എന്തെല്ലാം അവരെ കുറിച്ച് നമ്മൾ പറയുന്നത്. फोन करके नहीं पूछा बोलकर बड़े बड़े कहानी हम बना देते हैं. ആരെങ്കിലും ഒന്ന് ഫോൺ ചെയ്തില്ലെങ്കിൽ നമ്മൾ വലിയ കഥയുണ്ടാക്കും. हालेलुया. लेकिन दाऊद कहता है कि परमेश्वर एक पहरों को ठहरा कर रख ताकि कोई भी शब्द मेरे मुंह से बाहर ना आने पाए. ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, എന്റെ വായുടെ അധരദ്വാരം കാക്കണം, ഒരു അന്യായമായ വാക്കുകളും വരാതെ. दाऊद का प्रार्थना का गंभीरता समझने वाले परमेश्वर के लोग इन दिनों में हमारा प्रार्थना यही होने पाए कि खुदा मेरा प्रयत्न का प्रतिफल मुझे नष्ट न होने पाए. हालेलुया. उसके लिए मेरे मुंह में एक पहरों को ठहरा कर रख ताकि मैं कंट्रोल्ड रहूं करके परमेश्वर से हम प्रार्थना करने पाए. അത് തന്നെ ആകട്ടെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വായിൽ നിന്ന് അനാവശ്യമായ ഒരു വാക്ക് വരാതിരിപ്പാൻ നമ്മൾക്കും പ്രാർത്ഥിക്കാം. हालेलुया. इन वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. हालेलुया. हमारे मुंह के सामने हमारे शब्दों के सामने एक पहरुओं को ठहरा कर रख, क्योंकि अन्याय के शब्द भी हमारे मुंह से आ सकता है, न्याय की बात भी हमारे मुंह से आ सकता है. हमारे जीव में जिंदा रहना और मृत्यु का भी अधिकार रखा हुआ है. इसके लिए बड़े सतर्क के साथ, बड़े ध्यान के साथ हमारे मसीह जिंदगी को हम बिताने पाए. हालेलुया. उसका आगमन बहुत ही निकट है. हालेलुया. हम तैर तो रहे हैं, लेकिन फसल काटने के समय में यदि वो छुरी नहीं है तो कोई फायदा नहीं रहेगा. इसके लिए ध्यान से हमारे मसीह जिंदगी को हम जीने पाए. इस वचनों के द्वारा परमेश्वर हम सबको अनुग्रह और आशीषों से भरने पाए. ऐसे अवसर और अनुमति दिया परमेश्वर की आदरणीय दासों को हृदय के गहराई से धन्यवाद देते हैं. गॉड ब्लेस यू ऑल. हमें भी आपकी प्रार्थनाओं में उठाए रखे. परमेश्वर सबको अनुग्रह से भरने पाए. थैंक यू.